നമസ്കാരം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച വിവാദം വീണ്ടും ഒരു നിയമ പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ച് ലഭിക്കേണ്ട പരാതിയിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ എല്ലാ രേഖകളും ഫയലുകളും ഹാജരാക്കാൻ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് കോടതി ഈ സുപ്രധാനമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. കർണാടകയിൽ നിന്നുള്ള ബി പ്രവർത്തകൻ എസ് വിഘ്നേഷ് ശിശിർ നൽകിയ ഹർജിയിലാണ് ഈ വിവാദത്തിന് ഇപ്പോൾ അടുത്ത ഒരു അധ്യായം തുടങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നും അതിനുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്നാണ് ശിശിറിന്റെ അവകാശം. രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം നേരത്തെ ലക്നൌവിലെ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ പൗരത്വം പോലുള്ള സങ്കീർണമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ തങ്ങൾക്ക് അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ജനുവരി 28-ന് വിചാരണ കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു. ഇതിനെതിരെയാണ് ശിശിർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് രാജീവ് സിംഗിന്റെ ബെഞ്ചാണ് കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച പരാതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുവരെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചതെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും കോടതിയിൽ സമർപ്പിക്കണമെന്നും ജസ്റ്റിസ് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് അതിൽ കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു ബ്രിട്ടീഷ് പൗരനാണ് എന്നത് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടനിൽ സ്വന്തമായിട്ട് കമ്പനിയുണ്ട്. അതിൽ തന്നെ ആ കമ്പനിയിലെ എല്ലാ ഔദ്യോഗിക രേഖകളിലും രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിന്റെ രേഖകളും CBIയുടെ കയ്യിലുണ്ട്. അതായത് ആ കമ്പനിയുടെ ഡോക്യുമെന്റിലെല്ലാം രാഹുൽ ഗാന്ധി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് താൻ ഒരു ബ്രിട്ടീഷ് പൗരനാണെന്ന്. CBIയുടെ അന്വേഷണത്തിൽ വ്യക്തമായ ഓരോ രേഖകളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞത്. അത് കോടതിയിൽ ഹാജരാക്കുക തന്നെ ചെയ്യും. കടുത്ത നിലപാടിലാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു സ്വീകരിച്ചിരിക്കുന്നത്. കടുത്തൊരു നിലപാടാണ്. കാരണം കേസ് മാർച്ച് 19-ന് വീണ്ടും പരിഗണിക്കാൻ ആയിട്ട് കോടതി മാറ്റിവെച്ചിരിക്കുന്നു. പാസ്പോർട്ട് നിയമം, അതോടൊപ്പം തന്നെ ഔദ്യോഗിക രഹസ്യ നിയമം എന്നിവ പ്രകാരം രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് വിഘ്നേഷ് ശിശിറിന്റെ ആവശ്യം. നേരത്തെ റൈവലറി കോടതിയിലായിരുന്നു ഈ കേസ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം ലക്നൌവിലേക്ക് മാറ്റിയത്. മാർച്ച് 19-ന് കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഈ കേസിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.